മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സ്കിറ്റായിരുന്നു അല്ലെ? സ്കിറ്റ് കഴിഞ്ഞ് വന്നിരിക്കണം. അതായത് റിസൾട്ട് വരുന്നേ ഉള്ളൂ, കാത്തിരിക്കുകയാണ് അല്ലെ? ഇതൊരു വേഷങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം കുക്കിന്റെ ഒക്കെ വേഷം ഉണ്ട് അല്ലേ ടീച്ചർ? തീം എന്തായിരുന്നു? ഫാസ്റ്റ് ഫുഡിന്റെയും ഹെൽത്തി ഫുഡിന്റെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, എന്നിട്ട് ഹെൽത്തി ഫുഡിന്റെ ഒരു അതിന്റെ ബെനിഫിറ്റ്സ് നമ്മളത് പറയണം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. റെഡ് ഇട്ടിരിക്കുന്ന ആള് ജങ്ക് ഫുഡും ഇത് ഹെൽത്തി ഫുഡും നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട, അതും ഈ കൊച്ചു കുട്ടികളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. ആരും ടീം സെലക്ട് ചെയ്ത് എന്തായാലും അതായത് തിരുവഴിയാട്, കൊല്ലങ്കോട് ഉപജില്ലയിലെ തിരുവഴിയാട് സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളല്ലേ? ഹൈസ്കൂളാണ്. ഹൈസ്കൂളിലെ സാധാരണക്കാരുടെ, അതായത് കർഷക തൊഴിലാളികളുടെയും മറ്റും എല്ലാവരും ഉൾപ്പെട്ട ഒരു വിദ്യാലയം കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ ടീച്ചർ? എന്തായാലും ആരാണ് മാഷ്? കയറി വരാം. സാറിന് പക്ഷേ എന്താണ് മക്കളെ കുറിച്ച്? അടിപൊളിയായിട്ട് ചെയ്തോ മക്കളെ? നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത, എനർജി പറയാൻ വാക്കുകളില്ലല്ലോ. കാശില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിൽ ബാക്കി എല്ലാം ഉണ്ട്. ഞങ്ങളൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ എപ്പോഴും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. ഇപ്പൊ ഇത് തന്നെ, ഈ ഒരു സ്കിറ്റ് തന്നെ ഇവർക്ക് വേണമെന്ന് അവർ തന്നെ സ്വയം തെരഞ്ഞെടുത്ത് വന്നതാണ്. അവർ തന്നെ കോസ്റ്റ്യൂം, അതിന്റെ ടീച്ചേഴ്സ്, അതിന്റെ പിന്നിൽ പാരന്റ്സ് ഉണ്ട്, ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, ഒരു ടീം. പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര നാളായി? അവർ അതിന്റെ പിന്നിൽ കുറെ ദിവസമായി ഇതിന്റെ പിന്നിൽ തന്നെയാണ്, അതിന്റെ പിന്നിൽ. പക്ഷെ പഠനം ഒട്ടും പിന്നിലല്ല, എല്ലാത്തിലും മുമ്പിലാണ്. ഏറ്റവും ടോപ്പാണ് എല്ലാ കാര്യത്തിലും. ബൈ ഓൾ മീൻസ് ദേ ആർ വെരി ഗുഡ്, എക്സലന്റ് ടീമാണ് ഞങ്ങൾ ഇനിയും അഞ്ച് ഐറ്റംസ് ഉണ്ട്. അഞ്ചും ഇത് തന്നെയാണ്, നാടകമുണ്ട് എല്ലാറ്റിലും. നാടകം, ഇംഗ്ലീഷ്, ഹൈസ്കൂൾ സ്കിറ്റ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഞങ്ങളുടെ ടീം വർക്കാണ് ഇവിടെ ഏറ്റവും വലിയൊരിത്. ആ ടീമിന് പിന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ദിനേശ് സാറ്, ഞങ്ങളുടെ ലിനി ടീച്ചർ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ പാരന്റ്സ്, എൻ്റെ മക്കള്, എല്ലാവരും. അതായത് സാറ് പറഞ്ഞ പോലെ അതായത് കാശ് തന്നെയാണ് പ്രധാനം. അതായത് ഓരോ വേദികളിലും നിറഞ്ഞാടുമ്പോൾ അവർക്കുള്ള മേക്കപ്പ്, ഡ്രസ്സ്, ഇതിനെല്ലാം വളരെ റേറ്റ് തന്നെയാണ്. അത് സാധാരണക്കാരുടെ സ്കൂളിൽ നിന്നും വരുമ്പോൾ അത് അവർക്ക് പ്രയാസം തന്നെയാണ്. എങ്കിൽ പോലും അവരുടെ പ്രകടനമാണ് ഇവിടെ നല്ല പ്രകടനമാണ്. നമ്മൾ യൂട്യൂബിയുടെ തത്സമയം നമ്മൾ കണ്ടതാണ് ഇവരുടെ എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രകടനത്തിനാണ് ഇവർക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുക അല്ലെ? കിട്ടും. അത് ചോദിക്കാം, അവരോട് ചോദിക്കാം. അതുപോലെ കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയണ്ടായിരുന്നു, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്തായാലും സമ്മാനം കിട്ടുന്ന ഒരാൾ അവിടുന്ന് പറയുകയും ചെയ്യണ്ടായിരുന്നു. മക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെരി ബ്രൈറ്റ് സ്റ്റുഡൻസ് ആൻഡ് വെരി ആക്റ്റീവ്. നല്ല കുട്ടികളാണ് ഇവർ. പഠനത്തിലും അതുപോലെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന പിള്ളേരാണ്. നമ്മൾ ടീച്ചേഴ്സ് ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താൽ കുട്ടികൾ എത്രമാത്രം ഉയരും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സമകാലീന ഇടയ്ക്ക് ഏറ്റവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ കുട്ടികൾ നൽകുന്നത്. ഏറ്റവും നല്ല സന്ദേശമാണ്, ഉറപ്പായി ഏറ്റവും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും, നമ്മുടെ തിരുവഴിയാട് സ്കൂളിലെ എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ അതായത് അവർ അവതരിപ്പിച്ച സ്കിറ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കാരണം ഫാസ്റ്റ് ഫുഡിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലുകളും നിറഞ്ഞൊഴുകുകയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതിനെല്ലാം അത് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു അവയർനെസ് കൂടിയാണ് ഈ സ്ക്രിപ്റ്റ് നമുക്ക് നൽകുന്നത് എന്നുള്ളതും. എന്തായാലും വേദിയിലെ മറ്റ് പല പ്രോഗ്രാമുകളും ഇപ്പോൾ നിറഞ്ഞാടുകയാണ്. ആ മനോഹര കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം.